കുറ്റിപ്പുറം കഴുത്തല്ലൂർ സ്കൂളിൽ NSS ക്യാമ്പിന് ആവേശമായി മലപ്പുറം പീപ്പിൾസ് വോയിസ് ഒരിക്കൽ ചടങ്ങ്. കുറ്റിപ്പുറം കഴുത്തല്ലൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നുവരുന്ന NSS സഹവാസ ക്യാമ്പിൽ വേറിട്ടൊരു ആദരിക്കൽ ചടങ്ങ് സംഘടിപ്പിച്ചു. ഗ്രാമീണ വ്യാപാര മേഖലയിലെ പ്രമുഖരെയും കായിക പ്രതിഭയെയും മലപ്പുറം പീപ്പിൾസ് വോയിസ് ആദരിച്ചു. എടക്കുളത്ത് 6 പതിറ്റാണ്ടിലേറെയായി പലചരക്ക് വ്യാപാര രംഗത്ത് സജീവമായ CK ഉസ്മാൻ ഹാജി, VK മുഹമ്മദ് കുട്ടി ജില്ലാതല ഷോട്ട്പുട്ട് മത്സരത്തിൽ സ്വർണ്ണമെഡൽ നേടിയ ഹിൽദ ഫാത്തിമ എന്നിവർക്കാണ് മൊമന്റോ നൽകി ആദരവ് നൽകിയത്. അതിജീവിക്കുന്ന സ്നേഹബന്ധങ്ങൾ ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തിയ അബുദാബി KMCC മലപ്പുറം ജില്ലാ അധ്യക്ഷനും പീപ്പിൾസ് വോയിസ് മുഖ്യ രക്ഷാധികാരിയുമായ അബ്ദുൽ അസീസ് കാളിയാടൻ ഗ്രാമീണ വ്യാപാരികളുടെ പ്രസക്തിയെക്കുറിച്ച് സംസാരിച്ചു. ഹൈടെക് സൂപ്പർ മാർക്കറ്റുകളും ഓൺലൈൻ ബിസിനസ്സുകളും സജീവമായ കാലത്തും പുഞ്ചിരിയോടെ വ്യാപാര രംഗത്ത് ഉറച്ചുനിൽക്കുന്ന ഉസ്മാൻ ഹാജിയുടെയും മുഹമ്മദ് കുട്ടിയുടെയും സേവനം മാതൃകാപരമാണ്. ഒരു കാലത്ത് ഗ്രാമീണ സമ്പദ്വ്യവസ്ഥയുടെ പരമാധികാരികളായിരുന്ന ഇവർ നാട്ടുകാർക്ക് കടം നൽകിയും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായും ഇന്നും ജനഹൃദയങ്ങളിൽ നിലനിൽക്കുന്നു. വൻകിട മാർക്കറ്റുകൾക്കിടയിൽ ഇത്തരം ചെറുകിട വ്യാപാരികൾ പ്രതിസന്ധി നേരിടുന്നുണ്ടെന്നും നാടിന്റെ വളർച്ചയിൽ പങ്കുവഹിച്ച ഇവരെ ചേർത്തുപിടിക്കേണ്ടത് ഓരോ നാട്ടുകാരന്റെയും കടമയാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. കുറ്റിപ്പുറം ഗ്രാമപഞ്ചായത്ത് അംഗം KP സക്കീർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. പീപ്പിൾസ് വോയിസ് പ്രസിഡന്റ് ഷാജി മുളക്കൽ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി സോളമൻ സ്വാഗതം പറഞ്ഞു. ആശംസകൾ അറിയിച്ചവർ സുദർശനൻ വൈരങ്കോട്, ട്രഷറർ A അസ്കർ, CV ഹംസ, നാസർ CP, ഹമീദ് ചെമ്മല, മുഹമ്മദലി ചീനിയത്ത്, സലാം സിംഫണി CP, മാനു ഹാജി, മൊയ്തീൻ കുട്ടി MSS, നിഷ ടീച്ചർ, റസാഖ് താഴത്തറ, കുഞ്ഞിപ്പ ഗുരുക്കൾ, രാങ്ങാട്ടൂർ. ചടങ്ങിനോടനുബന്ധിച്ച് മധുരപലഹാര വിതരണവും വിവിധ കലാപരിപാടികളും അരങ്ങേറി. സ്നേഹിക്കാനും സഹായിക്കാനും നല്ല മനസ്സുണ്ടായാൽ ഓരോ വ്യക്തിയും സമൂഹത്തിന്റെ അവിഭാജ്യ ഘടകമായി മാറുമെന്ന സന്ദേശത്തോടെയാണ് ചടങ്ങ് സമാപിച്ചത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഏകദേശം 55 വയസ്സായി. ഈ മുൻപിലിരിക്കുന്ന എൻ്റെ പിതാക്കന്മാർ എന്ന് പറയുന്നത് ഇവർക്കൊക്കെ ഏകദേശം 80-75 വയസ്സായവരാണ്. അങ്ങനെയുള്ള ഈ ആളുകളെ ഇവിടെ നിങ്ങളെ മുൻപിൽ വെച്ച് ആദരിക്കുന്നതിനൊരു ലക്ഷ്യമുണ്ട്. നമ്മൾ ഇന്ന് നമ്മളായത് ഇവരൊക്കെ ചെയ്ത ഈ ത്യാഗം കൊണ്ടാണ്. ഇവർ ചെയ്ത ബിസിനസ്സും മറ്റുള്ള കാര്യങ്ങൾ കൊണ്ടാണ് നമ്മൾ ഇന്ന് ഉന്നത വിദ്യാഭ്യാസങ്ങളൊക്കെ നേടിയെടുക്കാൻ നമുക്ക് സാധിച്ചത്. ഇതിന് മുമ്പ് ഉണ്ടായിരുന്ന ഒരു തലമുറ ഉണ്ടായിരുന്നു. ശരിക്ക് ഫുഡ് പോലും ശരിക്കും കിട്ടാതെ നമ്മളെ പോറ്റി വളർത്തി വളരെ കഷ്ടപ്പാട് സഹിച്ചാണ് നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ ഇത്രയും മൂല്യത്തിലെത്തിച്ചത്. ഞാൻ ഇന്ന് എൻ്റെ യോഗ്യതയെ കുറിച്ച് പറയാം. എനിക്ക് 7ാം തരം പ്രാഥമിക വിദ്യാഭ്യാസം മാത്രമേ ഉള്ളൂ. ഞാൻ അബുദാബിയിൽ സോഷ്യൽ വർക്കർ എന്നുള്ള ഇന്ത്യൻ എംബസിയുടെ ഔദ്യോഗിക കേന്ദ്രത്തിലാണ്. കോവിഡ് സമയത്തും മറ്റ് പ്രയാസങ്ങളുള്ള സമയത്തൊക്കെ അബുദാബിയെ ആശ്രയിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഒരുപാട് പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ ഈ മൈക്കയുടെ പോയിന്റ് അനുവദിക്കുന്നത്.